ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭയും സർക്കാരിന്റെ നടപടി വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് സഭാവക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു. സാമ്പത്തിക നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ദുർച്ചെലവുകൾ കുറയ്ക്കണമെന്നും ജോസഫ് ജൂഡ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ന്യൂനവിഭാഗത്തിനുള്ള സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത് അംഗീകരിക്കാനാവില്ല എന്നാണ് ലത്തീൻ സഭയുടെ നിലപാട്. വരും വർഷങ്ങളിലും തുക കുറയ്ക്കുമോ എന്ന ആശങ്കയും സഭാവക്താവ് പങ്കുവയ്ക്കുന്നു. ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന സ്കോളർഷിപ്പുകളാണ്. അവയൊക്കെയാണ് ഇപ്പോൾ വളരെ ഏകദേശം ഒരു 50% വെട്ടിക്കുറച്ചിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഗുരുതരമായി ബാധിക്കും. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ദൂർത്ത് കുറയ്ക്കണം. സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, നിസ്സഹായ മനുഷ്യരെ പ്രയാസത്തിലാക്കുന്ന നടപടികൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അടിസ്ഥാന ജനസമൂഹത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ മാത്രം കടുത്ത സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനെയും ലത്തീൻ സഭ വിമർശിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു മന്ത്രിയുടെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നു, ഇതൊന്നും സർക്കാരിൻ്റെ ബാധ്യതയല്ല, ഞങ്ങൾ ഔദാര്യമായി നൽകുന്നതാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായി. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച വാർത്ത മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. മീഡിയ വൺ, കൊച്ചി.